നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 17 ഞായറാഴ്ച. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നേഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വെച്ചു, നീറ്റ് UG തിരുത്തൽ ഈ മാസം 20 വരെ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്: നേഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വെച്ച് സർക്കാർ. ഇക്കുറി BSc നേഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണ്ടെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ. ഇക്കാര്യത്തിൽ കൂടുതൽ ആലോചനകൾ വേണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ദേശീയ നേഴ്സിംഗ് കൗൺസിൽ കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇനിയും പല സംസ്ഥാനവും എൻട്രൻസ് പരീക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല. നേഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശത്തെ തുടർന്ന് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ നേഴ്സിംഗ് പ്രവേശനമെന്ന് നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നതാണ്. ഇതു സംബന്ധിച്ച് ഫയൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരുന്നെങ്കിലും പരീക്ഷ നടത്തിപ്പ് ഏത് ഏജൻസിയെ ഏൽപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നില്ല. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ലാതെ നടത്തുന്ന കോഴ്സുകൾക്ക് അംഗീകാരം നൽകില്ലെന്നും കുട്ടികൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ദേശീയ നേഴ്സിംഗ് കൗൺസിൽ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം പ്രവേശന നടപടികൾ തുടങ്ങിയതിനാൽ ഇളവ് തേടുകയായിരുന്നു. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് LBS സെൻ്ററാണ് നിലവിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നത്. സർക്കാർ കോളേജുകളിലെ മുഴുവൻ സീറ്റിലും സ്വാശ്രയ കോളേജുകളിലെ പകുതി സർക്കാർ സീറ്റുകളിലേക്കുമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുട്ടികളെ അലോട്ട് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് പ്രവേശനം നടത്തിയിരുന്നത്. ഇക്കുറി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്രീകൃത പ്രവേശനം നടത്തേണ്ടതില്ലെന്ന് അസോസിയേഷനുകൾ തീരുമാനിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസിന് GST നൽകണമെന്ന സർക്കാർ നിലപാടെടുത്തതോടെയാണ് ഇത്. മാനേജ്മെൻറ്റ് സീറ്റുകളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ ഇക്കുറി വിദ്യാർത്ഥികൾ അതാത് കോളേജുകളിൽ അപേക്ഷ നൽകേണ്ടി വരും. ഇനി ഇന്നത്തെ മാധ്യമം പത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ വാർത്തയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു പ്രധാന വാർത്തയായിട്ട് കൊടുക്കുകയാണ് ജാലകം പേജിൽ: നീറ്റ് UG അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താം. മെയ് 5 നടക്കുന്ന നീറ്റ് UG ഓൺലൈൻ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താൻ അവസരം. മാർച്ച് 18 മുതൽ 20 രാത്രി 11:50 വരെ exams.nta.ac.in എന്ന സൈറ്റിൽ ഇതിന് അവസരമുണ്ടാകുമെന്ന് NTA അറിയിച്ചിരിക്കുന്നു. രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം ഒഴികെയുള്ള എല്ലാ ഫീൽഡുകളിലും തിരുത്തലുകൾ നടത്താം. അപ്ലോഡ് ചെയ്ത രേഖകൾ ഭേദഗതി ചെയ്യാം. ആധാർ ഓതൻറ്റിക്കേഷൻ നടത്താനും അവസരമുണ്ട്. ലിംഗം, വിഭാഗം, ഭിന്നശേഷി സ്റ്റാറ്റസ് എന്നിവയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വഴി അപേക്ഷാ ഫീസിൽ വർധനയുണ്ടാകുന്ന പക്ഷം ബാധകമായ അധിക ഫീസ് അടയ്ക്കണം. മാറ്റങ്ങൾ വരുത്താൻ ഇനിയൊരു അവസരം നൽകുന്നതല്ല. അപേക്ഷാ സമർപ്പണം ശനിയാഴ്ച അവസാനിച്ചു. മെയ് 5 എഴുത്തു പരീക്ഷ നടത്തുന്നത്. ജൂൺ 14 ഫലം പുറപ്പെടുവിക്കും. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.